ഡോക്ടർ സജയ്, നേരത്തെ താങ്കൾ ഇവിടെ സ്റ്റാഫ് ഷോർട്ടേജിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ നോക്കൂ, ഡോക്ടർ ഹാരിസ് ചിറക്ക് ഉയർത്തി കൊണ്ടുവന്ന പ്രശ്നം അവിടെ ശസ്ത്രക്രിയ നടന്നില്ല, അതിന് ഉപകരണങ്ങളില്ല എന്നുള്ളതാണ്, ഉപകരണങ്ങളുടെ അഭാവമാണ്. പക്ഷേ ആവശ്യത്തിന് മരുന്നുകൾ പോലും നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും അതുപോലെ ആശുപത്രികളിലും ഇല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയല്ലേ? മാത്രമല്ല, കിടത്തി ചികിത്സിക്കാനുള്ള ബെഡുകൾ ഇല്ല. ഇപ്പോഴും ഏത് മെഡിക്കൽ കോളേജിൽ പോയാലും ഏത് സർക്കാർ ആശുപത്രിയിൽ പോയാലും ആശുപത്രിയുടെ ഇടനാഴികളിൽ പോലും കിടത്തി ചികിത്സിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിനൊന്നും ഒരു മാറ്റവും വരുന്നില്ല. ഒരു ഭാഗത്ത് പുതിയ പുതിയ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ദുരവസ്ഥയ്ക്ക് എന്തുകൊണ്ടാണ് മാറ്റം വരാത്തത്? ആ ദുരവസ്ഥയ്ക്കൊരു പോസിറ്റീവ് വശം കൂടിയുണ്ട്. കാരണം ഇപ്പോഴും ഈ പരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന, അവരുടെ അത്താണിയായിട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ളൊരു പോസിറ്റീവ് വശം അവിടെ ഉണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, നമ്മൾ ഉണ്ടാക്കുന്ന സംവിധാനങ്ങൾക്കുള്ള ദീർഘദർശിത്വം ഇല്ലായ്മ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളൊരു മെഡിക്കൽ കോളേജിൻ്റെ ഒരു കെട്ടിടം വെക്കുമ്പോൾ 2012 വെക്കുന്ന കെട്ടിടം 2012 ആവശ്യത്തിന് വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ വരും. അവിടെ ഒരു 50 കൊല്ലത്തെ ദീർഘദൃഷ്ടിയോടുകൂടിയുള്ളൊരു കെട്ടിടം വെക്കണം. ജനബാഹുല്യം ഉണ്ടായാൽ അവരെ അതിനെ ഉൾക്കൊള്ളത്തക്ക രീതിയിലുള്ള ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള കെട്ടിടം വെപ്പും മറ്റു കാര്യങ്ങളുള്ള ആസൂത്രണത്തിൻ്റെ പ്രശ്നമാണ് അവിടെ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടി ഇപ്പം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറയുന്നുണ്ട്, ഇത്ര പേരെ മിനിമം ഒ പിയിൽ നോക്കണം ഒരു മെഡിക്കൽ കോളേജിൽ, അല്ലെങ്കിൽ ഇത്ര ശസ്ത്രക്രിയ നടത്തണം, ഇത്ര പ്രസവം ഉണ്ടാകണം എന്നൊക്കെ പറയുന്നതിൻ്റെ എത്രയോ ഇരട്ടി രോഗികളെയാണ് നമ്മൾ എല്ലാ ദിവസവും നോക്കുന്നത്, എത്രയോ ഇരട്ടി ശസ്ത്രക്രിയ നടത്തുന്നു, എത്ര പ്രസവങ്ങൾ നടത്തുന്നു. അപ്പോൾ ഈ നാട്ടിലെ സാധാരണ ജനങ്ങളെല്ലാം ആശ്രയിക്കുകയും അങ്ങോട്ട് തള്ളിക്കയറുകയും ചെയ്യുമ്പോൾ അവരെ ഒന്നിച്ച് ഡീൽ ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഇല്ല, അതിനുള്ള സ്റ്റാഫില്ല. ഡോക്ടർമാർ മാത്രമല്ല, അനുബന്ധ സ്റ്റാഫുകൾ വേണ്ടേ? ഡോക്ടർ മാത്രമല്ല, നഴ്സുമാർ വേണം, അറ്റൻഡർമാർ വേണം, തിയേറ്റർ സ്റ്റാഫ് വേണം. ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ആ കുറവുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ വർക്ക് ലോഡ് കൂടുന്നതനുസരിച്ചുള്ള സ്ട്രെസ്സ് വരും. അപ്പോൾ ആ സ്റ്റാഫ് പാറ്റേൺ ഉറപ്പായിട്ടും മാറ്റണം. ഇപ്പോൾ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഒരു സ്റ്റാഫ് പാറ്റേൺ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്ര ആൾക്കാർ വേണം, ഇത്ര കുട്ടികളെ പഠിപ്പിക്കാനെന്ന് പറഞ്ഞാൽ അത് പഠിപ്പിക്കുന്നതിൻ്റെ മാത്രമാണ് പറയുന്നത്, അല്ലാതെ ഈ രോഗികളെ മുഴുവൻ പരിശോധിക്കാനായിട്ട് അത്രയും ആൾക്കാരെ കൊണ്ട് പറ്റില്ല. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, സർക്കാർ പലപ്പോഴും എടുക്കുന്ന നയം എന്ന് പറഞ്ഞാൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് അത്രയും ആളുകൾ മതിയെന്നാണ്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു പക്ഷേ പറ്റുമായിരിക്കും, പക്ഷേ ഇത്രയും ആളുകളെ കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ആളുകൾക്ക് വേണ്ട ക്വാളിറ്റി സർവീസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ മാറണം, ഈ പറഞ്ഞ പോലെ സ്റ്റാഫ് ഷോർട്ടേജ് പരിഹരിക്കണം, കൂടുതൽ ആൾക്കാരെ ഈ മേഖലകളിലേക്ക് ആകർഷിക്കണം, ആകർഷകമായിട്ടുള്ള ശമ്പളം എൻട്രി കേഡറിൽ നടപ്പാക്കണം എന്ന് മാത്രമല്ല, ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടിയിൽ നിന്ന് പരമാവധി ഡോക്ടർമാരെ ഒഴിവാക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ള സ്ഥലത്തേക്ക് പോകണ്ട, നിങ്ങളൊരു സാധാരണ ഒരു ഹെൽത്ത് സെൻ്ററിലേക്ക് ചെല്ലുക, അവിടുത്തെ മെഡിക്കൽ ഓഫീസർ ഒരു ദിവസം ഒരു 200 രോഗികളെയൊക്കെ ഒരു ദിവസം പരിശോധിക്കും. ഒരു അത്യാവശ്യം തിരക്കുള്ള ഒരു മെഡിക്കൽ ഒരു PSCയിലെ കാര്യമാണ് നമ്മൾ 200 രോഗികളെ പരിശോധിച്ചിട്ട് ആയിരിക്കും അയാൾ ഉച്ച സമയത്ത് ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ ഓഫീസിലെ ശമ്പള ബില്ല് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഒപ്പിടുകയും പഠിക്കുകയും ചെയ്യേണ്ട ആൾ ഇയാൾ തന്നെ. ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഹയർ ലെവലിലേക്ക് കൊടുക്കേണ്ട ഭരണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫയലിൽ അവസാനത്ത് ഒപ്പുവെക്കേണ്ട ഈ ഡോക്ടർ തന്നെയാണ്. ആ ഒരു സംവിധാനം മാറ്റം വരുത്തണം. കാരണം ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ അവരുടെ പ്രാഥമികമായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർ രോഗികളെ പരിശോധിക്കുക, അതിന് കൃത്യമായ ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കുക. മെഡിക്കൽ കോളേജിലാണെങ്കിൽ കുട്ടികളെ ഏറ്റവും ആധുനികമായ അറിവുകൾ സമ്പാദിച്ച് അവരെ പഠിപ്പിക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ പൂർണ്ണമായിട്ട് സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലേക്ക് മാറ്റിയെടുത്താലേ പറ്റത്തുള്ളൂ. അതിനൊരു പ്രത്യേക സംവിധാനം തന്നെ വേണം. അങ്ങനെ എന്നാൽ മാത്രമേ ഇതിനുള്ള പരിഹാരം ഉണ്ടാവുള്ളൂ. അതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള കാര്യം. എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പോരായ്മ എല്ലായിടത്തും ഉണ്ട്. അത് വരുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ തിരുവനന്തപുരത്തേക്ക് ഓടി വരേണ്ട കാര്യമില്ല. അതിന് പകരം ഇപ്പം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, അല്ലെങ്കിൽ ജില്ലാ ആശുപത്രി സൂപ്രണ്ട്, അല്ലെ പ്രിൻസിപ്പൽ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ, ഇവരെയൊക്കെ കൂടുതൽ എംപവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ താൽക്കാലികമായിട്ടെങ്കിലും പെട്ടെന്ന് പരിഹാരം ഉണ്ടാവില്ലേ? തീർച്ചയായും അത് പറ്റും. പക്ഷേ അതൊരു പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ല. നിലവിലുള്ള ധനവിനിയോഗ ചട്ടങ്ങളിൽ ആവശ്യമായിട്ടുള്ള മാറ്റം വരുത്തി ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കും.
അത് സർക്കാർ തലത്തിൽ എടുക്കേണ്ട നയപരമായൊരു തീരുമാനമാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് വലിയൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് സംഘടനയുടെ അഭിപ്രായം.